അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് പാചകം ചെയ്യണമെങ്കിൽ കുക്കർ കൂടിയേ തീരുള്ളൂ. കുക്കറില്ലാത്തൊരു പാചകത്തെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാനേ കഴിയില്ല. അത്രയ്ക്ക് സ്വാധീനമാണ് നമുക്ക് ഇന്ന് കുക്കിങ്ങിൻ്റെ ഇടയിൽ കുക്കറിൻ്റെ സ്ഥാനം. അപ്പോൾ ഈ കുക്കറാണെങ്കിലോ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അത് വഴി പല അപകടങ്ങളും നമുക്ക് സംഭവിക്കാം. ഇപ്പോൾ എനിക്ക് തന്നെ ഇതിനു മുമ്പ് കുറച്ച് ദിവസം മുമ്പ് ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഊരിത്തെറിച്ചിട്ട് ആകെ എൻ്റെ കൈയൊക്കെ പൊള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ശരിക്കൊന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ എല്ലാവർക്കും പറ്റാവുന്നതേ ഉള്ളൂ. പല അബദ്ധങ്ങളും പലർക്കും പറ്റിയിട്ടുണ്ടാവാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലാണ് കുക്കറിൽ അപകടങ്ങൾ പറ്റുക. മിക്കവാറും കഞ്ഞി വെക്കുമ്പോഴായിരിക്കും കുക്കറിൽ എന്തെങ്കിലും പ്രശ്നം വരിക. കഞ്ഞിയോ ചോറോ വെക്കുമ്പോഴാണ് പശ കൂടിയത് കാരണം കുക്കറിൽ പ്രശ്നങ്ങൾ സംഭവിക്കാറുള്ളത്. അപ്പോൾ കഞ്ഞിയും ചോറും വെക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് യൂസ്ഫുള്ളായി തോന്നുന്നു എങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിന്ന് കഞ്ഞിയാണല്ലോ വെക്കുന്നത്. അപ്പം ഞാൻ ആദ്യം കുറിയരിയാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങളെ ഈ മലപ്പുറം ഭാഗത്തൊക്കെ കുറിയരി എന്ന് പറയും, പൊടിയരി എന്ന് പറയാറുണ്ട്. നിങ്ങൾ കേൾക്കുന്നവരൊക്കെ ആ ഭാഗത്തൊക്കെ എന്താണ് ഈ പൊടിയരിക്ക് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പ് അരി ഞാൻ ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കുക്കറിലിട്ടതിന് ശേഷം നമുക്ക് ഈ കുക്കറിൽ തന്നെ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകുക. ഒരു 5-6 പ്രാവശ്യം കഴുകിയതിന് ശേഷം ഞാൻ ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ അതിൽ 7 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിനാണ് ഒരു കപ്പ് അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഞാൻ ഈ ഒരു കപ്പിന് തന്നെ 7 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഈ കുക്കറിലോട്ട് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ കറക്റ്റ് വെള്ളം തന്നെ വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒന്നെങ്കിൽ അടിയിൽ പിടിക്കും. അതിൽ കുറവ് ഒഴിച്ചു കൊടുത്താൽ, കൂടുതൽ ഒഴിച്ചാൽ തിളക്കുന്ന സമയത്ത് പുറത്തോട്ട് ഒന്നായിട്ട് തൂവിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അരി എത്ര അളവിലാണോ എടുക്കുന്നത്, ഏത് ഗ്ലാസ്സിനാണോ ഏത് ബൗളിലാണോ അളക്കുന്നത്, അതിൻ്റെ 7 ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. കഞ്ഞിക്കാണെങ്കിലും ചോറിനാണെങ്കിലും ഒരേ അളവിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ചോറിന് പിന്നെ വെന്തതിന് ശേഷം നമ്മൾ ഊറ്റുന്ന സമയത്ത് കുറച്ച് പച്ചവെള്ളം മിക്സ് ആക്കിയിട്ട് ചോറ് ഊറ്റിയെടുക്കും. അല്ലെങ്കിൽ നമ്മൾ സ്റ്റെയിനറിലോട്ട് മറിക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിലോട്ട് ഞാനിപ്പോൾ 7 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് ഈ കുക്കറിൻ്റെ ലിഡ് കൊണ്ടല്ല ഇപ്പം അടച്ച് വെക്കേണ്ടത്, വേറെ ലിഡ് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ അടച്ച് വെക്കുന്നത്. കാരണം കുക്കറിൻ്റെ ലിഡ് കൊണ്ട് അടച്ച് വെച്ചാൽ പെട്ടെന്നായിട്ട് തന്നെ പ്രഷർ കയറിയിട്ട് നമുക്ക് അതിൻ്റെ പിന്നെ വിസിലിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഈ കഞ്ഞിപ്പശ പുറത്തോട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വേറെ ലിഡ് വെച്ചിട്ട് തൽക്കാലം അടച്ച് വെച്ചത്. ഇനി തിള വന്ന് നന്നായിട്ട് തിളക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, കുക്കറിൻ്റെ ലിഡ് എടുത്തിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. ലിഡ് കൊണ്ട് അടച്ചു വെച്ച ഉടനെ തന്നെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലായാൽ പെട്ടെന്ന് പ്രഷർ വന്നിട്ട് നമുക്ക് വിസിലടിക്കാൻ സാധ്യതയുണ്ട്. ഒരിക്കലും കുക്കർ വിസിലടിക്കാൻ സമ്മതിക്കരുത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് നമുക്ക് ഏകദേശം ഒരു 15-20 മിനിറ്റ് ഈ ലോ ഫ്ലെയിമിൽ തന്നെ അവിടെ കിടന്നോട്ടെ. ഇത് വിസിലടിക്കൊന്നുമില്ല, ഒന്നും ആവില്ല. ആ ഒരു ചെറിയൊരു പ്രഷറിൽ അവിടെ കിടന്നോളും. എന്നിട്ട് നമുക്ക് ഫ്ലെയിം 15 മിനിറ്റിന് ശേഷം ഓഫാക്കിയതിന് ശേഷം പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്യാം. ഇത് കണ്ടോ, നല്ല കറക്റ്റ് അളവിൽ നല്ല പോലെ വെന്തിട്ടുണ്ട്. പിന്നെ അടിക്ക് പിടിച്ചിട്ടുമില്ല, പാകം വെള്ളത്തിലായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലോട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ആഡ് ചെയ്യുക. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നല്ല തിളപ്പിച്ചാറിയ വെള്ളം മിക്സ് ചെയ്തിട്ട് പാകത്തിന് ലൂസാക്കിയിട്ട് കൊടുക്കാം. അതല്ല കുറച്ച് വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കൊടുക്കാറുള്ളത്. കുറച്ച് തിക്ക് കഞ്ഞിയായിട്ടാണ് കൊടുക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ വെള്ളം ആഡ് ചെയ്യേണ്ട, വെള്ളം ആഡ് ചെയ്യണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. കാരണം ഇതൊരു അടിക്കൊന്നും പിടിക്കാതെ പാകത്തിൽ വേവാനുള്ളൊരു വെള്ളം മാത്രമാണ് നമ്മളിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ചോറാണ് ഈ ഒരു അളവിൽ വെക്കുന്നതെങ്കിൽ ഇതിലോട്ട് ഈ സമയത്ത് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സ്റ്റെയിനിലോട്ട് മറിക്കുക, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഊറ്റിയെടുക്കുന്നതെന്ന് വെച്ചാൽ വെള്ളം ഒഴിവാക്കിയാൽ മതി. അപ്പോൾ നല്ല ചോറായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ കഞ്ഞി വെച്ചിട്ട് കുക്കർ വിസിലടിക്കുകയാണെങ്കിൽ ആ ഒരു കഞ്ഞിപ്പശ ആ വിസിലടിക്കുന്നതിലൂടെ പുറമോട്ട് വന്നിട്ട് കുക്കറിൻ്റെ മുകളിലൂടെ ഒക്കെ വന്ന് ഇൻഡക്ഷൻ കുക്കറോ അല്ലെങ്കിൽ സ്റ്റൗ ആണെങ്കിൽ സ്റ്റൗവിലൊക്കെ ഫുള്ളായിട്ട് കുറേ സമയം ക്ലീൻ ചെയ്യാൻ വേണ്ടി വരും. ഇതിപ്പോൾ നമുക്ക് ഈ ലിഡ് കണ്ടോ, ലിഡിൽ വരെ ഒന്നും ആയിട്ടില്ല. ഇത് നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നോക്കാം. ക്ലീൻ ചെയ്യാൻ ഒന്നുമില്ല ഇതിൽ. നമുക്ക് ഈ ജസ്റ്റ് ഈ വാസറൊന്നും എടുക്കാം.
വാസറൊന്നും എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇതിൽ വെക്കരുത്. വാസർ ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറ്, ഞാൻ കാണിക്കാം. ഇനി നമുക്ക് ഈ സൈഡൊക്കെ ഉണ്ടല്ലോ, ഈ സൈഡിലൊക്കെ കഞ്ഞിപ്പാശ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇതാവുക. പിന്നെ ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ദ്വാര നമ്മൾ വെയിറ്റ് വെക്കുന്ന അടിഭാഗം, അതിൻ്റെ ആ ഹോൾസിലൊക്കെ എന്തെങ്കിലും കച്ചറകളൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടോ നോക്കുക. പിന്നെ വെയിറ്റ് വന്നിട്ട് നമുക്ക് ഇതുപോലെ ആ സ്ക്രൂ എടുത്ത് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഹോളിലൂടെ വെള്ളം ഒന്ന് ഒഴുക്കി വിടുക. എന്നിട്ട് വെള്ളം എല്ലാ ഹോളിലൂടെയും വെള്ളം ഒരുപോലെ വരുന്നുണ്ടോ എന്ന് നോക്കുക, ഇതുപോലെ ഒന്ന് നോക്കുക. അപ്പോൾ എല്ലാ ഹോളിലൂടെ വെള്ളം വരുന്നുണ്ടെങ്കിൽ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്താൽ മതി, ഒരു 15 ദിവസം കൂടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്താൽ മതി, ഡെയിലി യൂസ് ചെയ്യുന്ന കുക്കറാണെങ്കിൽ. എന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഇത് സ്ക്രൂ ഇട്ടിട്ട് വെയിറ്റ് മാറ്റി വെക്കാം. വാഷർ നല്ലപോലെ കഴുകിയതിന് ശേഷം തുടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കട്ടോ, ഞാൻ കാണിക്കാം. പിന്നെ ഈ ലിഡ് ഉണ്ടല്ലോ, ഈ ലിഡ് ഇങ്ങനെ മലർത്തി വെച്ചിട്ട് ഇതിൽ നിറച്ച് വെള്ളം നിറച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ വെയിറ്റ് ഇടുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിലോട്ട് വെള്ളം ഒന്നായിട്ട് പോകുന്നുണ്ടോ നോക്കുക. പോകുന്നില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അതിൽ വല്ലതും കഞ്ഞിപ്പാശ എന്തെങ്കിലും വന്നിട്ട് അടഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ശരിക്കും പോവില്ല. അങ്ങനെ ആകുമ്പോൾ ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ എന്തെങ്കിലും കുത്തിയിട്ട് അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുക. അപ്പോൾ അതിൽ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല, കാരണം നമ്മൾ വിസിൽ അടിക്കാൻ സമ്മതിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കഞ്ഞിപ്പാശ ഒന്നും ലിഡിൽ വന്നിട്ടില്ല. ആദ്യം നമ്മൾ തിളക്കുന്നത് വരെ വേറെ ലിഡ് വെച്ചിട്ടായിരുന്നു അടച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ വാസർ നല്ലപോലെ ഒന്ന് ഉണക്കിയതിന് ശേഷം, ഒരു തുണി വെച്ചിട്ട് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇതെല്ലാം കുക്കറിൻ്റെ വാഷറാണ്, ഒക്കെ ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കർ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏത് വാഷറാണോ ആ കുക്കറിനുള്ളത് വെച്ചിട്ട് സൂട്ടാവുന്ന അതിൻ്റെ വാസർ എടുത്തിട്ട് വെക്കാറാണ് പതിവ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം തുടച്ചിട്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുക്കറിൽ വാഷർ അഴിഞ്ഞിട്ട് പിന്നെ പ്രഷർ ലീക്കായി പോകുന്ന ചാൻസ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുക. കുക്കറിൻ്റെ വാഷർ എപ്പോഴും ഫ്രിഡ്ജ് സൂക്ഷിക്കുക, അത് നല്ലപോലെ കഴുകിയിട്ട് തുടച്ചിട്ട് മാത്രം ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കുക്കറിനെ കുറിച്ച് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കുക്കറിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു കുക്കർ AMCയുടെ കുക്കറാണ്. അപ്പോൾ ഇതിൻ്റെ ലിഡ് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് സാധാരണ ഇതുപോലെ തന്നെ അങ്ങനെ ഒരു വെയിറ്റൊന്നുമില്ല, അതെല്ലാം അതിൻ്റെ മുകളിലുള്ള ആ ലിഡിൻ്റെ ആ ഒരു ഇതിലാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ അതിന് വാഷറൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് സൂക്ഷിക്കാറുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കുക്കറിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായി തോന്നുമെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.